കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. പിന്നാലെ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ സന്ദർശനവും നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. UDF, LDF, NDA മുന്നണി സ്ഥാനാർത്ഥികളാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ തങ്ങളുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. നിലവിലെ MPയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ പടന്നക്കാട്ടെ SNTTI 170 നമ്പർ ബൂത്തിൽ ഭാര്യയ്ക്കൊപ്പമെത്തിയാണ് വോട്ട് ചെയ്തത്. മണ്ഡലത്തിൽ ഇത്തവണയും UDF ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. ഞങ്ങളുടെ വോട്ട് കൊല്ലത്ത് പ്രേമേന്ദ്രനാണ്. പക്ഷെ കഴിഞ്ഞ തവണ 2 വോട്ടും പോയി ചെയ്യാൻ പറ്റാതെന്നുള്ള ദുഃഖം കൊണ്ട് വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ചിഹ്നത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചു. എൻ്റെ വൈഫ് സുധയ്ക്കും കൈപ്പത്തി ചിഹ്നത്തിൽ അവരുടെ ഭർത്താവിന് വോട്ട് ചെയ്യാൻ സാധിച്ചു. അതാണ് ഒരു പ്രത്യേകത. ഈ വലിയ നിരയാണ്, സ്ത്രീകളടക്കമുള്ളൊരു നിരയാണ്, അത് ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ ജനങ്ങൾ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം അവരൊരു MPയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്നെ ജയിപ്പിക്കുക എന്നുള്ളത് വോട്ടർമാരുടെ പിന്നെ ഒരു പ്രതിജ്ഞയാണ്. അത് രാഷ്ട്രീയമൊന്നുമില്ല, ഈ വരുന്ന UDF ഒന്നുമല്ല, എല്ലാവരും, എല്ലാ പാർട്ടിയുടെ എല്ലാവരും ഇത്തവണ എനിക്ക് അനുകൂലമാണ്. അത് രാഷ്ട്രീയമൊന്നുമല്ല, രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ 5 വർഷം പ്രവർത്തിച്ചതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. എൻ്റെ വീട്ടിൽ വരുന്നതൊന്നും UDF ഒന്നുമല്ല, LDF ഉണ്ട്, BJP, എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട്. വരുന്നവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ അധികാര പരിധി നിന്നുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ വീട്ടിൽ എന്ത് ചടങ്ങ് നടന്നാലും എന്നെ വിളിക്കുന്നുണ്ട്, ഞാനൊക്കെ പോകാറുണ്ട്. ഒരു വീട്ടിൽ ഒരു സന്തോഷം നടന്നാൽ MP അവിടെ ഉണ്ടാവും, സങ്കടം ഉണ്ടായാൽ അവരോടൊപ്പം ഞാൻ അതിനുണ്ടാവും. അമ്പലങ്ങളിലെല്ലാം എന്നെയാണ് വിളിച്ചിട്ടുള്ളത്, സ്കൂളുകളിലെല്ലാം എന്നെ വിളിച്ചിട്ടുള്ളത്, സാംസ്കാരിക വേദികൾ മുഴുവൻ ഞാനാണ് ഈ 5 വർഷം പോയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 40,430 വോട്ട് എന്ന് ജയിപ്പിച്ച ജനങ്ങളോട് പരിപൂർണമായി ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്, സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എനിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായി മാറും. അത് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് 1,00,000 കൂടുതൽ എൻ്റെ ഭൂരിപക്ഷം കവിയും. ഇത്തവണ വരുന്ന വോട്ടർമാർ ഏത് പാർട്ടിക്കാരായാലും എൻ്റെ ചിഹ്നം കാണുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ അവർക്കാവില്ല. അത്ര കണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ ഞാൻ സ്നേഹിച്ചു, അവരും ഞാനുമായി താതാത്മ്യം പ്രാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. LDF സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണൻ മാസ്റ്റർ ചെറുവത്തൂർ മുഴക്കം GUP സ്കൂളിലെ 35 നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് പറഞ്ഞ അദ്ദേഹം കാസർഗോഡ് മണ്ഡലം ഇത്തവണ LDF തിരിച്ചു പിടിക്കുമെന്നും അവകാശപ്പെട്ടു. സ്വാഭാവികമായും ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളോടെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധി എഴുതും. അത് ജനങ്ങളുടെ ഒരു തീർപ്പാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു അന്യതാബോധം, ഒരു MP ഇല്ലാത്ത, തങ്ങളുടേതായ ഒരു MP ഇല്ലാത്ത ഒരു നഷ്ടബോധം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരിലും രൂഢമൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചത് മുതൽ അതിൻ്റെ ക്ലൈമാക്സ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഇന്ന് രാവിലെ തന്നെ മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിൽ പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നുള്ളത് നിസ്തർക്കമാണ്. കാരണം ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. നമ്മൾ വ്യക്തികൾ അതിലൊരു സ്ഥാനവുമില്ലാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ്. വ്യക്തികളെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതും ആരായിരിക്കണം തങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നതും ഒരു ജനാധിപത്യ മഹോത്സവത്തിൽ ജനങ്ങളാണ് അന്തിമ വിധി എഴുതുക. എനിക്ക് പൂർണ്ണ വിശ്വാസം ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരിൽ എനിക്കുണ്ട്. എന്നെ അവർ ഇത്തവണ തിരഞ്ഞെടുത്തയക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്കും ആ വിശ്വാസം തന്നെ. NDA സ്ഥാനാർത്ഥി ML അശ്വിനി മഞ്ചേശ്വരം കൊടലമുഖർ വാണി വിജയ AUP സ്കൂളിലെ 43 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. NDA ഇത്തവണ കാസർഗോട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും മാറി മാറി വരുന്ന മുന്നണികൾക്കെതിരെ ജനം വിധിയെഴുതുമെന്നും അശ്വിനിയും അവകാശപ്പെട്ടു. ഞാൻ എൻ്റെ വോട്ട് ചെയ്തു, എൻ്റെ കർത്തവ്യം പാലിച്ചു.
അതേപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കർത്തവ്യം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇലക്ഷന്റെ ഒരു വോട്ടേഴ്സിന്റെ ഒരു റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല പ്ലസന്റ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഇത് എൻ്റെ സ്വന്തം ബൂത്താണ്. അപ്പോൾ ആൾക്കാർ ഞാൻ കണ്ടിട്ടും എല്ലാം നല്ല പരിചയമുള്ള ആൾക്കാരാണ്. പോയപ്പാടന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ മുന്നണി നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥികൾ മഞ്ചേശ്വരം മുതൽ കല്യാശ്ശേരി വരെയുള്ള മണ്ഡലങ്ങളിലുടനീളം സഞ്ചരിച്ച് വിവിധ ബൂത്തുകളിൽ സന്ദർശനവും നടത്തി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഭരണാധികാരി കൂടിയായ കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നായന്മാർമൂല തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 102 ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് 1:15 കലക്ടർ വോട്ട് ചെയ്യാനെത്തിയത്. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.